ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയിൽ ഗിരീഷ് രാജലക്ഷ്മി അമ്മയോട് പറയുന്നുണ്ട്, ഇനിയും എനിക്ക് വേറൊരു വിവാഹത്തിനൊന്നും താല്പര്യമില്ല. അമ്മ നന്ദിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനൊന്ന് മോഹിച്ചു പോയെന്നുള്ളത് സത്യമാണ്. നന്ദിനെ എനിക്ക് കുട്ടിക്കാലം മുതലേ അറിയാവുന്നതല്ലേ. നല്ല പെൺകുട്ടിയായതുകൊണ്ടാണ്. എനിക്ക് വിധിച്ചിട്ടില്ല എന്ന് ഞാൻ കരുതിക്കോളാം. ഗിരീഷ് പറയുന്നുണ്ട്, അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഞാനും നന്ദിനി എപ്പോഴും നല്ല സൗഹൃദമായിരിക്കുമെന്നൊക്കെ പറയുന്നു. ഗിരി പോയതിനു ശേഷം രാജലക്ഷ്മി അമ്മ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നല്ലൊരു പയ്യനായിരുന്നു, നന്ദിനി വേണ്ടാന്ന് വെച്ചല്ലോ എന്നൊക്കെ. ശേഷം കാണിക്കുന്നത് വൈശാഖിന്റെ അമ്മ ചെമ്പകമംഗലത്ത് വന്ന് ബഹളം വെക്കുകയാണ്. എല്ലാരോടുമായിട്ട് പറയുന്നുണ്ട്, കാർത്തിക് ആണെങ്കിൽ എന്റെ മകനെ തല്ലിച്ചതച്ചെന്ന്. അത് കേൾക്കുമ്പോൾ ആർക്കും ഒന്നും തോന്നുന്നില്ല. എല്ലാവരും ആണെങ്കിൽ അത് അവന് കിട്ടേണ്ടതാണെന്ന രീതിയിൽ പറയുന്നു. വൈശാഖിന്റെ അമ്മ അപ്പോൾ പറയുന്നുണ്ട്, ഇവിടെ കോടതിയും പോലീസും വേറെയുണ്ട്. ഞാൻ നിങ്ങൾക്കെതിരെ പരാതി കൊടുക്കും, എല്ലാത്തിനെയും ജയിലിൽ കയറ്റുമെന്നൊക്കെ പറയുന്നു. കാർത്തിക് അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ആരെയും തല്ലി ചതച്ചില്ല. എന്റെ കൂടെയുള്ള ആൾക്കാരാണ് ചെയ്തത്. എന്നോട് ചെയ്ത ചതിക്ക് പകരം അവർ ഉപദ്രവിച്ചതാണ്. ഞാൻ തടഞ്ഞിട്ടാണ് അവനെ വെറുതെ വിട്ടതെന്നൊക്കെ പറയുന്നു. വൈശാഖിന്റെ അമ്മ ആരെയും വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് നിലത്ത് നിന്നും കുറച്ച് മണ്ണ് കയ്യിലെടുത്തിട്ട് എന്തോ മന്ത്രം ചൊല്ലിയിട്ട് വലിച്ചെറിയുകയാണ്. എല്ലാവരും നശിച്ചു പോകും, ഈ കുടുംബം നശിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് ശപിച്ചിട്ട് പോവുകയാണ്. ശേഷം കാണിക്കുന്നത് കിടന്നുറങ്ങുന്ന വൈശാഖിന്റെ അടുത്തേക്ക് മൈഥിലി ചെല്ലുന്നു. മൈഥിലി വിചാരിക്കുകയാണ്, ഇവൻ എത്ര നല്ല ചെറുപ്പക്കാരനായിരുന്നു, ഇവൻ എന്താണ് ഇങ്ങനെയൊക്കെ മാറിപ്പോയത്, ഞാൻ കാരണമാണോ എന്നൊക്കെ വിചാരിക്കുന്നു. ആ സമയത്ത് വൈശാഖിന്റെ അമ്മ അവിടേക്ക് വരുന്നു. വൈശാഖിന്റെ അമ്മ ചായ കൊടുത്തിട്ട് പറയുന്നുണ്ട്, അവനെ വിളിച്ചു കൊടുക്കാനെന്ന്. മൈഥിലി വൈശാഖിനെ വിളിച്ച് ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. വൈശാഖ് എല്ലാം ഓർമ്മയുണ്ടെന്ന് പറയുന്നു. വൈശാഖ് പറയുന്നുണ്ട്, ഞാൻ പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ചീട്ടുകളിക്കൊക്കെ പോയതെന്ന്. മൈഥിലി അപ്പോൾ പറയുന്നുണ്ട്, നല്ല മാർഗത്തിലൂടെ പണം ഉണ്ടാക്കാൻ ശ്രമിച്ചാലേ പോലീസ് പിടിക്കാതിരിക്കൂ, അല്ലെങ്കിൽ പോലീസിന്റെ കയ്യിൽ നിന്നും വല്ലതും കിട്ടുമെന്നൊക്കെ പറയുന്നു. മൈഥിലി പറയുന്നുണ്ട്, ഞാൻ വേണമെങ്കിൽ ജോലിക്ക് ശ്രമിക്കാമെന്നൊക്കെ. അത് കേൾക്കുമ്പോൾ വൈശാഖ് പറയുന്നുണ്ട്, നീ ജോലിക്ക് പോകണ്ട, അവിടെ പോയിട്ട് വേണം വേറൊരുത്തനെ കണ്ടിട്ട് അവന്റെ പിന്നാലെ പോകാനെന്നൊക്കെ. വൈശാഖിന്റെ അമ്മ അപ്പോൾ പറയുന്നുണ്ട്, അത് ശരിയാണ്, ഒരിക്കൽ കള്ളം കാണിച്ചാൽ പിന്നെ വീണ്ടും കള്ളം കാണിക്കുന്നതിന് ഒരു മടിയും ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നു. രണ്ടുപേരും പറയുന്നത് കേട്ടിട്ട് മൈഥിലിക്ക് ഒരുപാട് സങ്കടമാകുന്നു. മൈഥിലി അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നു. ശേഷം കാണിക്കുന്നത് നന്ദിനിയാണെങ്കിൽ കുഞ്ഞു കരയുന്നത് കൊണ്ട് അതിന്റെ കരച്ചിൽ നിർത്താൻ നോക്കുകയാണ്. എത്ര ശ്രമിച്ചിട്ടും വൈഗമോൾ കരച്ചിൽ നിൽക്കുന്നില്ല. ആ സമയത്ത് ജയറാം അതുവഴി വരുന്നുണ്ടായിരുന്നു. ജയറാം പറയുന്നുണ്ട്, കുഞ്ഞിനെ എന്റെ കയ്യിലോട്ട് തരാനെന്ന്. നന്ദിനി കുഞ്ഞിനെ ജയറാമിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. ജയറാം കുഞ്ഞിനെ കൊഞ്ചിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് കരച്ചിൽ നിർത്തുന്നുണ്ട്. നന്ദിനി അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ ജയേട്ടന് സാധിച്ചു, ജയേട്ടനാണെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കി എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ജയറാം അപ്പോൾ പറയുന്നുണ്ട്, ഞാനല്ലേ മീനാക്ഷിയെ നോക്കിയത് മൊത്തമെന്ന്. നന്ദിനി അപ്പോൾ പറയുന്നുണ്ട്, മീനാക്ഷിയുടെ അമ്മ മാധുരിയല്ലേ നോക്കിയതെന്നൊക്കെ. ജയറാം അപ്പോൾ പറയാണ്, മരിച്ചുപോയ ആളെ കുറിച്ച് കുറ്റം പറയാൻ പാടില്ല, എങ്കിലും പറയാം, മീനാക്ഷിയെ നോക്കിയത് ഫുള്ള് ഞാനാണ്. 6 മാസം വരെ മീനാക്ഷിക്ക് പാലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അവള് ഫുള്ള് ബ്യൂട്ടി പാർലറിലും ക്ലബിലുമായിരുന്നു. അവൾക്ക് അവിടെ കാര്യം മാത്രമേ ഉള്ളായിരുന്നു എന്നൊക്കെ പറയുന്നു. അത് മാത്രമല്ല, എപ്പോഴും വഴക്കായിരുന്നു, ദേവിയുടെ പേര് പറഞ്ഞായിരുന്നു വഴക്കെന്നൊക്കെ പറയുന്നു. എന്റെ മകൾ മീനാക്ഷിക്കും ശരിക്കും ഒരമ്മയുടെ സ്നേഹം കിട്ടിയത് ദേവിയുടെ അടുത്ത് വന്നതിന് ശേഷമായിരിക്കുമെന്നൊക്കെ പറയുന്നു. ദേവിക്കും എനിക്കും ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. പക്ഷെ ദൈവം തീരുമാനിച്ചതുപോലെയൊക്കെ കാര്യങ്ങൾ നടക്കത്തുള്ളൂല്ലോ എന്നൊക്കെ പറയുന്നു. ആ സമയത്ത് മീനാക്ഷി അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛന്റെ കയ്യിൽ കുഞ്ഞ് സേഫ് ആയിട്ട് ഇരിപ്പുണ്ടല്ലോ, കരയുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നു. ജയറാം അപ്പോൾ പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഇതുപോലെ നോക്കി വളർത്തിയതല്ലേ എന്നൊക്കെ. നന്ദിനി അപ്പോൾ ചോദിക്കുന്നുണ്ട്, മീനാക്ഷി വഴക്കാളിയായിരുന്നോ എന്നൊക്കെ. ജയറാം അപ്പോൾ പറയുന്നുണ്ട്, ഇവൾ ഭയങ്കര വഴക്കാളിയായിരുന്നു, നീറിനെ പോലെയായിരുന്നു, നീറായിരുന്നു. അത് മാത്രമല്ല നല്ല നഖമൊക്കെ ഉണ്ടായിരുന്നു, ആന്തുമായിരുന്നു എന്നൊക്കെ പറയുന്നു. ഇവർ 3 പേരും സംസാരിച്ച് ചിരിക്കുന്നതൊക്കെ സാവിത്രി കാണുന്നുണ്ടായിരുന്നു. സാവിത്രിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ഇവരുടെ ഈ സന്തോഷം ഇല്ലാതാക്കണമെന്ന് സാവിത്രി മനസ്സിൽ വിചാരിച്ചിട്ട് മൊബൈൽ എടുക്കുന്നു. ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക്